രാവിലെ കല്ലു പതിവിലും നേരത്തെ എണീറ്റ് കുളിച്ച് ഫ്രഷായി ഒരുങ്ങാൻ തുടങ്ങി. പതിവില്ലാതെ ഒരുപാട് സമയം കണ്ണാടിക്ക് മുന്നിൽ തന്നെ നിന്ന് കറങ്ങുന്ന കല്ലുവിനെ ഗായത്രി സ്കൂളിൽ പോകാൻ തുടങ്ങിയപ്പോൾ കുറെ കളിയാക്കി. തലേ ദിവസം അവൾ എടുത്തു വന്ന പുതിയ ഡ്രസ്സിട്ട് മുല്ലപ്പൂവൊക്കെ ചൂടി കണ്ണൊക്കെ എഴുതി പൊട്ടുവെച്ച് ചന്ദനക്കുറിയൊക്കെ തൊട്ട് കാണാൻ വല്ലാത്ത ഭംഗിയായിരുന്നു. ബാഗും എടുത്ത് അവൾ താഴേക്ക് ഇറങ്ങിയതും അജു പോകാനായിട്ട് ഇറങ്ങിയതും ഒരുമിച്ചായിരുന്നു. ഇന്നെന്റെ കല്ലൂസിനെ കാണാൻ വല്ലാത്ത ഒരു ചേലാണല്ലോ. നീ ഇന്ന് കുളിച്ചോ കല്ലൂസേ? അജു കളിയാക്കി ചോദിച്ചു. അപ്പോഴേക്കും ദേവ പുറത്തേക്ക് പോകാനായി വന്നു. ആ, അത് ശരിയാണ്, ഇന്ന് കല്ലു കുളിച്ചു എന്ന് തോന്നുന്നു. ആവശ്യത്തിന് പുട്ടിയും ഇട്ടിട്ടുണ്ട്. ദേവയും അവളെ കളിയാക്കി. കല്ലു രണ്ടുപേരെയും ചിറഞ്ഞു നോക്കിയിട്ട് താഴേക്ക് ഇറങ്ങിപ്പോയി. അവർ രണ്ടും പരസ്പരം നോക്കി പുഞ്ചിരിച്ചു. ജോലിയൊക്കെ എങ്ങനെ പോണു ദേവ? അജു അവനോട് വെറുതെ കുശലം ചോദിച്ചു. സത്യം പറഞ്ഞാൽ ഭയങ്കര ബോറാണ്. ഒരു അടച്ചിട്ട AC റൂമിൽ കയറി ഫുൾ ടൈം ഇരിപ്പ് തന്നെ. ലാപ്പ്, ഫോൺ, ഫയൽ. ഓ, ഭ്രാന്ത് പിടിക്കും. പിന്നെ തൽക്കാലം ഇപ്പോൾ കമ്പനി കൈകാര്യം ചെയ്ത് പ്രാക്ടീസ് ചെയ്യാം. ഭാവിയിൽ എനിക്ക് സ്വന്തമായി എന്തെങ്കിലും ചെയ്യാൻ ഇത് ഉപകാരപ്പെടും, ദേവ പറഞ്ഞു. ആ, അത് ശരിയാണ് താൻ പറഞ്ഞത്. അജുവും ദേവയുടെ കൂടെ സംസാരിച്ചു വന്ന് കഴിക്കാനിരുന്നു. അപ്പോഴേക്കും കല്ലു കഴിച്ചു പകുതിയായി. നിനക്കിന്ന് നേരത്തെ പോകണമെങ്കിൽ നേരത്തെ പറഞ്ഞുകൂടായിരുന്നോ കല്ലു? ഞാൻ കുറച്ചു നേരത്തെ ഇറങ്ങില്ലായിരുന്നോ? അജു കഴിക്കുന്നതിനിടയിൽ ചോദിച്ചു. അതിന് ഏട്ടൻ ടെൻഷൻ ആകണ്ട. ഞാനിന്ന് ഗായത്രി ചേച്ചിയുടെ സ്കൂട്ടിയിലാണ് പോകുന്നത്. ചേച്ചി ഇന്ന് ഫ്രണ്ട്സിന്റെ കൂടെയാണ് പോയത്. കല്ലു കഴിച്ച പാത്രം കയ്യിലെടുത്തു പറഞ്ഞുകൊണ്ട് അകത്തേക്ക് പോയി. അധികം വൈകാതെ കല്ലു എല്ലാവരോടും യാത്ര പറഞ്ഞിറങ്ങി. കോളേജിൽ അവൾ എത്തുമ്പോൾ അവൾക്ക് മുന്നേ വാലുകൾ അവിടെ എത്തിയിരുന്നു. നീ എല്ലാം ഉറപ്പിച്ചു തന്നെയല്ലേ ഇറങ്ങി തിരിച്ചത്? ആദ്യം അവളെ നോക്കി ചോദിച്ചു. അതേല്ലോ, ഇന്ന് എന്തായാലും ഞാൻ എൻ്റെ ഇഷ്ടം പറയും, നിറഞ്ഞ ചിരിയോടെ പറഞ്ഞു. മൂന്നും കൂടെ ബാഗ് കൊണ്ട് ക്ലാസ്സിൽ വെക്കാൻ പോയി തിരിച്ചു വരുമ്പോഴാണ് അവരുടെ പ്രിൻസിപ്പാൾ കല്ലുവിനെ ഒരു കുട്ടിയെ വിട്ട് ഓഫീസിലേക്ക് വിളിപ്പിച്ചത്. ഗുഡ് മോർണിംഗ് മാം, കല്ലു ചിരിയോടെ പറഞ്ഞു. ഗുഡ് മോർണിംഗ് കണ്ണായി. തന്നെ വിളിപ്പിച്ചത് തനിക്ക് ഒരു ചെറിയ ജോലി തരാനാണ്, മാം ചിരിയോടെ പറഞ്ഞു. എന്താ മാം? കല്ലു ചെറിയ ടെൻഷനോടെ ചോദിച്ചു. ACP വരുമ്പോൾ അദ്ദേഹത്തെ സ്വീകരിക്കേണ്ടതും ഈ ബൊക്ക സ്റ്റേജിൽ വെച്ച് കൊടുക്കാനും തന്നെയാണ് ഞാൻ ഏൽപ്പിക്കുന്നത്. ഒന്നുമില്ലെങ്കിലും തന്റെ ജീവൻ രക്ഷിച്ച ആളല്ലേ. കല്ലുവിന് സന്തോഷം കൊണ്ട് തുള്ളിച്ചാടാനാണ് തോന്നിയതെങ്കിലും അവൾ അത് പുറത്ത് കാണിക്കാതെ ചിരിച്ചുകൊണ്ട് പുറത്തേക്കിറങ്ങി. കല്ലു നേരെ പോയി ആദിയോടും ദേവുവിനോടും കാര്യങ്ങൾ പറഞ്ഞു. ഓ, അപ്പോ മോൾക്ക് സന്തോഷമായി കാണുമല്ലേ? ദേവു പറഞ്ഞു. കല്ലു നാണത്തിൽ ചാരിച്ച ഒരു പുഞ്ചിരിയാണ് മറുപടിയായി നൽകിയത്. അയ്യേ, നിനക്കില്ലാത്ത സാധനം ഇങ്ങനെ വാരി വിതറരുത് കേട്ടോ, ഭയങ്കര ബോറാണ്, ആദ്യം അവളെ നോക്കി പുച്ഛിച്ചുകൊണ്ട് പറഞ്ഞു. കല്ലു എന്തോ പറയാൻ വന്നതും ഓഫീസിലേക്ക് അവളെ വീണ്ടും വിളിച്ചുകൊണ്ടുപോയി. ദേവു, ഈ പോക്ക് ശരിയല്ല. എന്തോ എനിക്ക് കല്ലുവിന്റെ ഈ സ്വഭാവം പേടി തോന്നുന്നുണ്ട്. ആദി കല്ല് പോയ വഴിയെ നോക്കി ചെറിയ പേടിയോടെ പറഞ്ഞു. അവൾ എന്തായാലും ഇഷ്ടം പോയി പറയട്ടെ, അതിനുശേഷം നോക്കാം. നമുക്കറിയാവുന്ന എല്ലാവരും പറഞ്ഞു അറിഞ്ഞ ലല്ലുച്ചേട്ടൻ ഒരിക്കലും കല്ലുവിന്റെ ഇഷ്ടം അംഗീകരിക്കില്ല. അങ്ങനെയെങ്കിൽ നമ്മൾ കല്ലുവിന്റെ സങ്കടം മുഴുവൻ കാണേണ്ടി വരും. ആദ്യം കുറച്ച് വിഷമിച്ചാലും സാരമില്ല, അവളെ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കാം, ദേവു പറഞ്ഞു. ആദിയും അത് ശരിവെച്ചു. അധികം വൈകാതെ തന്നെ ലല്ലുവിന്റെ കാർ കോളേജിന് മുന്നിൽ എത്തിയിരുന്നു. മുന്നിൽ തന്നെ കല്ലു ഉണ്ടായിരുന്നു. അവൻ കാറിൽ നിന്ന് ഇറങ്ങിയതും അവന് ബൊക്ക കൊടുത്ത് സ്വീകരിച്ചത് കല്ലു തന്നെയായിരുന്നു. കല്ലുവിനെ പരിചയമുള്ളത് കൊണ്ട് തന്നെ ലല്ലു അവൾക്ക് നല്ലൊരു പുഞ്ചിരി നൽകി. ഹസ്തദാനവും കൊടുത്തുകൊണ്ടാണ് അകത്തേക്ക് കയറിയത്. ഓഡിറ്റോറിയത്തിലേക്ക് കയറുന്നതിന് തൊട്ടു മുന്നേ ലല്ലു കല്ലുവിനെ ഒന്ന് നോക്കി. അത് ദേവുവും ആദിയും ശ്രദ്ധിക്കുകയും ചെയ്തു. സ്റ്റേജിൽ കയറി അവനായി ഒരുക്കിയ ഇരിപ്പിടത്തിലിരുന്നു. കുറച്ചു കഴിഞ്ഞ് പ്രിൻസിപ്പാൾ സംസാരിച്ചു. പിന്നെ ലല്ലു തിരികൊളുത്തി ഉദ്ഘാടനം നിർവഹിച്ചു. ശേഷം കുറച്ച് പ്രോഗ്രാം ഉണ്ടായിരുന്നു. അതിൽ ദേവുവിനെയും ആദിയെയും ഞെട്ടിച്ചുകൊണ്ട് ഒരു അനൗൺസ്മെന്റ് ഉണ്ടായിരുന്നു. കല്ലുവിന്റെ ഡാൻസ് പ്രോഗ്രാം. ദേവുവും ആദിയും സന്തോഷത്തോടെ പരസ്പരം നോക്കി. പിന്നെ കല്ലുവിനെ നോക്കി. അവൾ പ്രണയത്തോടെ ലല്ലുവിനെ നോക്കി സൈഡിൽ നിൽപ്പുണ്ട്. ആദ്യം കുറച്ചു കുട്ടികളുടെ പ്രോഗ്രാം ആയിരുന്നു. ലല്ലു അതൊക്കെ ആസ്വദിക്കുന്നുണ്ട്. ഇടയ്ക്ക് അവൻ കണ്ടു അവനെ കണ്ണെടുക്കാതെ നോക്കി നിൽക്കുന്ന കല്ലുവിനെ. അവൻ അവളെ നോക്കി പുഞ്ചിരിക്കുകയും ചെയ്തു. അടുത്ത് അവളുടെ അവസരം വന്നപ്പോൾ അവൾ ആദിയെയും ദേവുവിനെയും നോക്കി. അവർ അവളെ നോക്കി തംസപ്പ് കാണിച്ചു. അതോടെ കല്ലു ചിരിയോടെ സ്റ്റേജിലേക്ക് കയറി. ലല്ലുവും അവളുടെ നൃത്തം കാണാനായിട്ട് ആകാംക്ഷയോടെ നോക്കി. ലല്ലു മുന്നിലിരിക്കുന്ന എല്ലാവരെയും നോക്കി വന്ദിച്ചുകൊണ്ട് ചുവട് വയ്ക്കാൻ തുടങ്ങി. അവളുടെ ഓരോ ചുവടും അവിടെ ഇരുന്ന കാണികളിൽ വല്ലാത്തൊരു അനുഭൂതി നിറച്ചു. അത്രയും മനോഹരമായിട്ടായിരുന്നു അവൾ കളിച്ചത്. അവളുടെ അംഗലാവണ്യം മെയ്വഴ ആരും നോക്കി നിന്നു പോകും വിധമായിരുന്നു. ലല്ലുവിന്റെ മനസ്സിലൂടെ ഒരു നിമിഷം ധനുവിന്റെ മുഖം മിന്നിമാഞ്ഞു പോയി. കാരണം തനു നന്നായി നൃത്തം ചെയ്യുമായിരുന്നു. അവളുടെ നൃത്തം കാണാൻ പണ്ട് വീട്ടിലെ നടുമുറ്റത്ത് എല്ലാവരും ഒത്തുകൂടുമായിരുന്നു. മാളു, മാലു, രുക്കു, തനു
4 പേരും ചേർന്ന് സന്തോഷത്തോടെ നൃത്തം ചെയ്യുന്നത് അവന്റെ മനസ്സിൽ തെളിഞ്ഞു. ലല്ലു മുഖമൊന്നു കുടഞ്ഞുകൊണ്ട് വീണ്ടും സ്റ്റേജിലേക്ക് നോക്കി. അപ്പോഴേക്കും കല്ലു ഇറങ്ങിപ്പോയിരുന്നു. പെട്ടെന്ന് ലല്ലുവിന്റെ ഫോൺ റിങ് ചെയ്തു. അവൻ ഫോൺ എടുത്തു പെട്ടെന്ന് പുറത്തേക്ക് ഇറങ്ങിപ്പോയിരുന്നു. കല്ലു ആദ്യ സ്റ്റേജിൽ നിന്ന് ഇറങ്ങി വന്ന പാടെ കെട്ടിപ്പിടിച്ചു. അവളുടെ ശരീരം നന്നായി വിറയ്ക്കുന്നുണ്ടായിരുന്നു. നീ എന്ത് ഭംഗിയായിട്ടാ പെണ്ണെ കളിച്ചത്, ദേവു പറഞ്ഞു. കല്ലു അതിനൊന്ന് ചിരിച്ചു. പിന്നെ ലല്ലു ഇരുന്ന ഭാഗത്തേക്ക് നോക്കി. പോയോ? എന്റെ ഡാൻസ് കഴിയും മുന്നേ? കല്ലു സങ്കടത്തോടെ ചോദിച്ചു. ഇല്ല, ഇവിടെ ഉണ്ടായിരുന്നു. ഒരു കോൾ വന്നപ്പോൾ ഫോൺ എടുത്ത് പുറത്തേക്ക് പോയതാണ്. ആ, ദേ വന്നല്ലോ. ആദി ലല്ലു വരുന്ന ഭാഗത്തേക്ക് കൈ ചൂണ്ടി പറഞ്ഞു. ഞാൻ എന്തായാലും പുറത്ത് വെയിറ്റ് ചെയ്യാം. ഇനി പോകുമായിരിക്കും. അതിനു മുന്നേ ഏട്ടനോട് പറയാനുള്ളത് ഞാൻ പറയട്ടെ. കല്ലു അതും പറഞ്ഞ് പുറത്തേക്ക് ഓടി. ദേവും ആദിയും ലല്ലുവിനെ നോക്കി. അവൻ പ്രിൻസിപ്പളിനോട് എന്തോ പറഞ്ഞു കഴിഞ്ഞ് എല്ലാവരെയും നോക്കുന്നുണ്ട്. പ്രിൻസിപ്പൾ അപ്പോഴേക്കും മൈക്കിലൂടെ സംസാരിച്ചു തുടങ്ങി. ഇന്നത്തെ ഗസ്റ്റ് ത്രിലോക് സാറിന് ഒഫീഷ്യൽ ആവശ്യമായി തിരിച്ചു പോകാൻ സമയമായിട്ടുണ്ട്. ഈ തിരക്കുകൾക്കിടയിലും നമ്മുടെയൊക്കെ ക്ഷണം സ്വീകരിച്ചു ഈ പരിപാടിയിൽ പങ്കെടുത്ത സാറിന് എന്റെയും ഞങ്ങൾ ഓരോരുത്തരുടെയും പേരിൽ നന്ദി അറിയിക്കുന്നു. ലല്ലു എല്ലാവർക്കും ഒരു പുഞ്ചിരി നൽകി ഇറങ്ങി. ലല്ലു വേഗത്തിൽ കാറിന്റെ അടുത്തേക്ക് പോകുമ്പോഴാണ് കല്ലു അവിടെ നിൽക്കുന്നത് അവൻ കണ്ടത്. പുറത്ത് അങ്ങനെ അധികം ആരുമില്ല. അധികമെന്ന് അല്ല, പാർക്കിംഗ് ഏരിയയിൽ ആരുമില്ല. ലല്ലുവിനെ കണ്ടതും കല്ലു മനോഹരമായ ഒരു പുഞ്ചിരി നൽകി. താൻ എന്താ ഇവിടെ വന്ന് നിൽക്കുന്നത്? അവിടെ പ്രോഗ്രാം നടക്കുമല്ലേ? ലല്ലു അവളെ നോക്കി സംശയത്തിൽ ചോദിച്ചു. ഞാൻ സാറിനെ കാണാനാണ് ഇവിടെ വന്നത്, കല്ലു ശബ്ദം താഴ്ത്തി പറഞ്ഞു. എന്നെ കാണാനോ? എന്താ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? വല്ല ഭീഷണിയോ മറ്റോ ഉണ്ടായോ? ലല്ലു ഗൗരവത്തിൽ ചോദിച്ചു. അയ്യോ, അതൊന്നുമില്ല സാർ. എനിക്ക് സാറിനോട് പേഴ്സണലായിട്ട് ഒരു കാര്യമാണ് പറയാനുള്ളത്. ലല്ലുവിനെ നോക്കി പേടിയോടെയാണ് പറഞ്ഞത്. നിനക്കെന്താ എന്നോട് പേഴ്സണലായി പറയാനുള്ളത്? അവൻ കുറച്ച് കടുപ്പിച്ചു തന്നെ ചോദിച്ചു. അത് എനിക്ക് കല്ല് അവന്റെ മുന്നിൽ നിന്ന് വിയർക്കാനും തപ്പാനും തുടങ്ങി. നിനക്ക് വല്ലതും പറയാനുണ്ടെങ്കിൽ പറയും. എനിക്ക് പോയിട്ട് ഒരുപാട് ജോലിയുണ്ട്. അല്ലെങ്കിൽ വണ്ടിയുടെ മുന്നിൽ നിന്ന് മാറ്. ഇപ്രാവശ്യം ലല്ലു ദേഷ്യത്തിലാണ് പറഞ്ഞത്. എന്നിട്ടും ഒന്നും മിണ്ടാതെ താഴെ നോക്കി നിൽക്കുന്ന കല്ലുവിനെ കണ്ടു കല്ലി വന്നു. ലല്ലു കാറിലേക്ക് കയറാൻ തുടങ്ങിയതും കല്ലു അവന്റെ കയ്യിൽ കയറി പിടിച്ചു. ലല്ലു ദേഷ്യത്തിൽ കല്ലു പിടിച്ച കൈയിലേക്കും അവളുടെ മുഖത്തേക്കും മാറി മാറി നോക്കി. എന്നിട്ട് കൈ ദേഷ്യത്തിൽ ഉടഞ്ഞെറിഞ്ഞു. എന്താടി കാണിക്കുന്നത്? ലല്ലുവിന്റെ ശബ്ദം നല്ലതുപോലെ ഉയർന്നു. എനിക്ക് പറയാനുള്ളത് ഒന്ന് കേട്ടിട്ട് പോണം. കുറച്ചധികം ദിവസങ്ങളായി ഞാനിത് പറയാൻ ഒരവസരം നോക്കിയിരിക്കുമായിരുന്നു. ഇന്നെന്തായാലും അത് പറയണമെന്ന് കരുതിയാണ് ഇത്രയും ഒരുങ്ങി വന്നത് തന്നെ, കല്ലു എവിടെ നിന്നോ കിട്ടിയ ധൈര്യത്തിൽ പറഞ്ഞു. ലല്ലു കാര്യം മനസ്സിലാകാതെ അവളെ ദേഷ്യത്തിലൊന്ന് നോക്കി. നിനക്കെന്താ പറയാനുള്ളത്? ലല്ലുവിന്റെ സ്വരത്തിലെ മാറ്റം കല്ലുവിൽ ഒരു ഭയം ജനിപ്പിച്ചു. കല്ലു കണ്ണുകളടച്ച് ശ്വാസം വലിച്ചു വിട്ടിട്ട് അവന്റെ മുഖത്തേക്ക് നോക്കി. ഞാൻ വളച്ചു കെട്ടാതെ കാര്യം പറയാം. എനിക്ക് ലല്ലുവേട്ടനെ ഇഷ്ടമാണ്. ഇത് ഒരു അട്രാക്ഷനോ ജീവൻ രക്ഷിച്ച ആളോടുള്ള ഒരാരാധനയോ ഒന്നുമല്ല. പരസ്പരം നേരിട്ട് കാണും മുന്നേ തുടങ്ങിയ ഇഷ്ടമാണ്. ഈ ജീവിതത്തിൽ അവസാനം വരെ ഞാൻ കൂടെ ഉണ്ടാകും. എന്നെ ലല്ലുവേട്ടന്റെ ജീവിതത്തിലേക്ക് കൂടെ കൂട്ടിക്കൂടെ? മരണം വരെ ഞാൻ. കല്ലു പറഞ്ഞു പൂർത്തിയാക്കും മുന്നേ താഴേക്ക് വീണിരുന്നു. എന്താ സംഭവിച്ചതെന്ന് മനസ്സിലാകും മുന്നേ ലല്ലു അവളുടെ കയ്യിൽ പിടിച്ചു എണീപ്പിച്ചു. കല്ലുവിന് കവിൾ പുകയും പോലെ തോന്നി. തലയിൽ നിന്ന് എന്തോ ഒരു മൂളൽ പോലെ. കല്ലു ലല്ലുവിന്റെ മുഖത്തേക്ക് ഒന്ന് നോക്കി. അവളെ പച്ചയ്ക്ക് കത്തിക്കാൻ പാകത്തിന് അഗ്നി ആ കണ്ണിൽ അവൾക്ക് കാണാൻ കഴിഞ്ഞു. ദേഷ്യം കൊണ്ട് വിറച്ചു നിൽക്കുവാണ് ലല്ലു. ഞാൻ. കല്ലു എന്തോ പറയാൻ തുടങ്ങിയതും ലല്ലു അത് തടഞ്ഞു. നിർത്തടി. നീ എന്താ എന്നെക്കുറിച്ച് വിചാരിച്ചു വച്ചേക്കുന്നേ? നിന്നെപ്പോലെ ഏതെങ്കിലും ഒരുത്തി വന്ന് ഇതുപോലെ കുറെ പഞ്ചാര വാക്കും പറഞ്ഞു കരഞ്ഞു കാണിച്ചാൽ ഞാൻ നിന്നെയൊക്കെ സ്വീകരിക്കുമെന്നോ? ഈ ത്രിലോകിന്റെ ജീവിതത്തിൽ ഒരു പെണ്ണേയുള്ളൂ. അവളുടെ കൂടെ ജീവിച്ച അത്രയും നാൾ ഞാൻ അനുഭവിച്ച നിമിഷങ്ങൾ, അത് എന്റെ മനസ്സിലുള്ളിടത്തോളം കാലം നീയല്ല. നിന്നെപ്പോലെ ഏത് രംഭ വന്നാലും ഇപ്പൊ നിനക്ക് കിട്ടിയില്ലേ, അതുപോലെ എന്റെ കൈയുടെ ചൂടറിയും ഇനി എന്റെ കൺവട്ടത്ത് നിന്നെ കണ്ടാൽ. ദേഷ്യത്തിൽ അലറുകയായിരുന്നു ലല്ലു. ഒരു അവസാന താക്കീതുപോലെ അവൾക്ക് നേരെ കൈ ചൂണ്ടി പറഞ്ഞുകൊണ്ട് ലല്ലു പോയി. കല്ലു തളർച്ചയോടെ വാകച്ചോട്ടിലേക്ക് പോയിരുന്നു. കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ട്. 1-2 കുട്ടികൾ അവളെ പാസ് ചെയ്തു പോയി. അവരൊക്കെ അവളോട് എന്തിനാ കരയുന്നത് എന്ന് ചോദിച്ചുവെങ്കിലും അവൾ മറുപടി പറഞ്ഞില്ല. ആതിര, ദേവുവും ആദിയും കൂടെ ഓഡിറ്റോറിയത്തിൽ നിൽക്കുമ്പോഴാണ് അങ്ങോട്ട് വരുന്ന അവരുടെ സഹപാഠികൾ വന്നതിൽ അതിൽ മിത്ര എന്ന ഒരു കുട്ടിയാണ് അവളെ വിളിച്ചത്. എന്താ മിത്രേ? നിന്റെ ഫ്രണ്ടല്ലേ കൺമയി? അവിടെ വാകച്ചോട്ടിലിരുന്ന് കരയുന്നുണ്ട്. കാരണം ചോദിച്ചു. പക്ഷേ ഒന്നും മിണ്ടിയില്ല. ACP സാറിനോട് സംസാരിച്ചു നിൽക്കുന്നത് കണ്ടു അവിടെ നേരത്തെ.
ഞങ്ങൾ വാഷ്റൂമിൽ പോയപ്പോൾ ഇപ്പോ തിരിച്ചു വന്നപ്പോൾ അവിടെ ഇരുന്ന് കരയുന്നുണ്ട്. കണ്ടിട്ട് എന്തോ പേടി തോന്നുന്നു. അതാ നിങ്ങളോട് പറഞ്ഞത്. വേഗം അങ്ങോട്ട് പോയി നോക്ക്. മിത്ര പറഞ്ഞു കഴിഞ്ഞതും ആദിയും ദേവുവും കൂടെ ഒരു ഓട്ടമായിരുന്നു. കല്ലുവിന്റെ അടുത്ത് എത്തിയപ്പോൾ അവളുടെ ചുറ്റും ഒരുപാട് കുട്ടികൾ നിൽപ്പുണ്ട്. അവരെ തള്ളി മാറ്റിക്കൊണ്ട് കല്ലുവിന്റെ അടുത്തേക്ക് പോയിരുന്നു. കല്ലു, രണ്ടുപേരും അവളെ വിളിച്ചു. അവർ വന്നതും ചുറ്റും നിന്ന കുട്ടികളൊക്കെ പോയി. കല്ലു, എന്തായിടി? ആദി ചോദിച്ചു. എന്നെ വേണ്ടെന്ന് പറഞ്ഞു. എന്റെ പ്രണയം ഒരു തമാശ പോലെ തട്ടിക്കളഞ്ഞു. എന്റെ കവളിലടിച്ചു. കണ്ണുകൾ അമർത്തി തുടച്ചുകൊണ്ട് കല്ലു പറഞ്ഞു. നീ വിഷമിക്കാതെ. ഞങ്ങൾ നിന്നോട് നേരത്തെ പറഞ്ഞതല്ലേ? ദേവു അവളുടെ കയ്യിൽ മുറുകെ പിടിച്ചു പറഞ്ഞു. എനിക്ക് ഈ ജന്മം ഒരു വിവാഹമുണ്ടെങ്കിൽ അത് ആ മനുഷ്യന്റെ ഒപ്പമായിരിക്കും. അതിനുവേണ്ടി എന്തും ചെയ്യും. എന്തോ ഉറപ്പിച്ചതുപോലെ പറഞ്ഞെണീറ്റ് ക്ലാസ്സിലേക്ക് പോയി അവൾ. ആദിയും ദേവുവും പരസ്പരം നോക്കി. ഇതുവരെ കാണാത്ത ഒരു ഭാവമായിരുന്നു അപ്പോൾ അവളിൽ നിറഞ്ഞു നിന്നത്. ദേവു, ഇവളുടെ പോക്ക് അത്ര പന്തിയായി തോന്നുന്നില്ല. നീ വാ. അവളുടെ പിന്നാലെ പോകാൻ തുടങ്ങിയതും കല്ലു അവളുടെ ബാഗുമെടുത്ത് പുറത്തേക്ക് ഓടി വരുന്നത് കണ്ടു. നീ ഇതെങ്ങോട്ട് പോവാ ഇപ്പോ? പ്രോഗ്രാം കഴിഞ്ഞില്ലല്ലോ? ദേവു ചോദിച്ചു. എന്നെ വേണ്ടാന്ന് പറഞ്ഞില്ലേ? എന്നെ കാണണ്ടെന്ന് പറഞ്ഞു പോയില്ലേ? എനിക്ക് അറിയണം എന്തിനാ എന്റെ പ്രണയം വേണ്ടെന്ന് പറഞ്ഞ് തട്ടിക്കളഞ്ഞത് എന്ന്, കല്ലു പറഞ്ഞു. കല്ലു, വെറുതെ ഭ്രാന്ത് കാണിക്കരുത്. ഒരാളോട് പിടിച്ചു വാങ്ങാൻ പറ്റുന്ന ഒന്നല്ല ഈ സ്നേഹം, ഇഷ്ടം ഒക്കെ. അത് നിനക്ക് നന്നായി അറിയാം. പിന്നെന്താ നിന്റെ പ്രശ്നം? ആദി ദേഷ്യത്തിൽ അവളുടെ കയ്യിൽ പിടിച്ചു ചോദിച്ചു. അതേടി, എന്റെ ഭ്രാന്ത് തന്നെയാണ് ത്രിലോക്. പിടിച്ചു വാങ്ങാനല്ല, അറിഞ്ഞു തരുമോന്ന് ചോദിക്കാനാണ് ഞാൻ പോകുന്നത്. എനിക്കറിയണം എന്തിനാ എന്റെ ഇഷ്ടം തട്ടിക്കളഞ്ഞത് എന്ന്. അതറിഞ്ഞിട്ടേ ഞാൻ തിരിച്ചു വരൂ. ആദിയുടെ കൈ തട്ടി മാറ്റി ദേഷ്യത്തിൽ പറഞ്ഞ് കല്ലു പോയി. ആദി, അവളെ? ദേവു ചോദിച്ചു. അവൾക്ക് ഭ്രാന്താണ്, നല്ല മുഴുത്ത ഭ്രാന്ത്. പോയി കേൾക്കേണ്ടത് കേട്ട് കിട്ടേണ്ടത് കിട്ടി വരട്ടെ. ഇത്രയും അഹങ്കാരം പാടില്ല. കൊച്ചു കുഞ്ഞൊന്നുമല്ലല്ലോ. ആദി ദേഷ്യത്തിൽ ഓഡിറ്റോറിയത്തിലേക്ക് പോയി. ദേവു രണ്ടുപേരും പോയ വഴിയെ നോക്കിയിട്ട് ഓഡിറ്റോറിയത്തിലേക്ക് പോയി. ലല്ലു വല്ലാത്ത ദേഷ്യത്തിലാണ് ഓഫീസിൽ വന്നു കയറിയത്. പോകുമ്പോൾ സന്തോഷത്തോടെ പോയി തിരിച്ചു വന്നപ്പോൾ അത്രയും ദേഷ്യത്തിൽ വരുന്ന ലല്ലുവിനെ കണ്ട് കോൺസ്റ്റബിൾ അടക്കമുള്ളവർ ഞെട്ടി നിന്നു. ലല്ലു ദേഷ്യം കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ട്. അവൻ ഒരിക്കലും അവളിൽ നിന്ന് ഇങ്ങനെയൊന്നും പ്രതീക്ഷിച്ചില്ല. അതുകൊണ്ട് തന്നെ അവന്റെ ഉള്ളിൽ അവളോടുള്ള ദേഷ്യം നുരഞ്ഞു പൊന്തി. പെട്ടെന്ന് അകത്തേക്ക് കോൺസ്റ്റബിൾ കയറി വന്നു. എന്താടോ, അനുവാദം ചോദിച്ചു കയറി വരാൻ പാടില്ലേ? ലല്ലു ദേഷ്യത്തിൽ അയാളെ നോക്കി അലറി. ഞാൻ അനുവാദം ചോദിച്ചു സാർ. ഒന്നും മിണ്ടിയില്ല. അതാ ഞാൻ. സോറി സാർ, അയാൾ പേടിയോടെ പറഞ്ഞു. ലല്ലു പിന്നെ ഒന്നും മിണ്ടിയില്ല. സാർ, ഈ ഫയലൊന്ന്, അയാൾ പേടിയോടെ പറഞ്ഞു പൂർത്തിയാക്കും മുന്നേ ലല്ലു തടഞ്ഞു. ഞാൻ ഉച്ചയ്ക്ക് ശേഷം ലീവാണ്. എന്ത് അത്യാവശ്യമുണ്ടെങ്കിലും നാളെ നോക്കാം. അതും പറഞ്ഞ് ഫോൺ എടുത്ത് കാറ്റ് പോലെ ലല്ലു പുറത്തേക്ക് പോയി. ലല്ലു പോയി കഴിഞ്ഞ് ഒരു അരമണിക്കൂറായപ്പോൾ കല്ലു ഓഫീസിലെത്തിയിരുന്നു. കല്ലു ചുറ്റും ഒന്ന് നോക്കിയിട്ട് അകത്തേക്ക് കയറി. എന്നിട്ടും എങ്ങോട്ട് പോണമെന്ന് അറിയാതെ അവിടെ നിൽക്കുമ്പോഴാണ് കോൺസ്റ്റബിൾ അവളുടെ അടുത്തേക്ക് വന്നത്. എന്താ കുട്ടി, എന്താ ഇവിടെ നിൽക്കുന്നത്? ACP, കല്ലു പതിയെ പറഞ്ഞു. അയാൾ അവളെ ഒന്ന് നോക്കി. എവിടെയോ കണ്ടു മറന്നതുപോലെ ഒരു മുഖം. കുട്ടി ഇതിനു മുന്നേ ഇവിടെ വന്നിട്ടുണ്ടോ? കല്ലുവിനെ നോക്കി സംശയത്തിൽ ചോദിച്ചു. രാഘവേട്ട, ഇത് നമ്മുടെ മറ്റേ സൈക്കോ കേസിൽ സാർ രക്ഷിച്ച കുട്ടിയാണ്, ഒരു വനിതാ കോൺസ്റ്റബിൾ പറഞ്ഞു. കല്ലു ഒന്നും മിണ്ടിയില്ല. മോൾ സാറിനെ കാണാൻ വന്നതാണെങ്കിൽ നിൽക്കേണ്ട. സാറില്ല, ലീവ് എടുത്തു പോയി. ക്വാർട്ടേഴ്സിലേക്കാണെന്ന് തോന്നുന്നു. എന്ത് അത്യാവശ്യമാണെങ്കിലും നാളെ സാർ വരൂന്നാ പറഞ്ഞു പോയത്, അയാൾ പറഞ്ഞു. ഈ ക്വാർട്ടേഴ്സ് എവിടെയാണ്? അവർ രണ്ടുപേരും പരസ്പരം നോക്കി. പിന്നെ കല്ലുവിനെ നോക്കി. മോളെ, അവിടെ പോയി സാറിനെ കാണാൻ പറ്റില്ല. എനിക്ക് അത്ര അത്യാവശ്യമുള്ളത് കൊണ്ടാ. അവളുടെ കണ്ണൊക്കെ നിറഞ്ഞു വരുന്നത് കണ്ട് അയാൾക്കും സഹതാപം തോന്നി വഴി പറഞ്ഞു കൊടുത്തു. അപ്പോഴേക്കും കല്ലു അവിടെ നിന്ന് നേരെ അങ്ങോട്ട് പോകാനായി ഇറങ്ങി. കല്ലു സ്കൂട്ടി തിരിച്ചെടുത്തതും ലല്ലുവിന്റെ കാർ അവിടെ വന്നതും ഒരുമിച്ചായിരുന്നു. രണ്ടുപേരും പരസ്പരം നോക്കി. കല്ലുവിന്റെ മുഖത്ത് അവനെ കണ്ട ഞെട്ടലാണെങ്കിൽ ലല്ലുവിന്റെ മുഖത്ത് ദേഷ്യമായിരുന്നു.